ഞാൻ മെമ്മറീസിൽ പുള്ളിയുടെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് അഭിമാനമേ ഉള്ളൂ. പുള്ളിയുടെ കൂടെ ഒരു മൂവി ചെയ്തതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അടിപൊളി, സൂപ്പർ. ഇല്ല വായിച്ചിട്ടില്ല. അടിപൊളി, സൂപ്പർ. ടെക്നിക്ക്, ക്യാമറ സൂപ്പർ. പൃഥ്വിരാജ്, രാജുചേട്ടൻ്റെയും അമല പോളിൻ്റെയും ആ ഒരു സോങ് ഒന്നും പറയില്ല, അവസ്ഥ. അയ്യോ, പൃഥ്വിരാജും ജവനയും തന്നെ അടിപൊളി. അയ്യോ, പറയേണ്ട ആവശ്യമുണ്ടോ? അടിപൊളി. ക്യാമറ വർക്കും മ്യൂസിക്കും ബാക്കി കരഞ്ഞു തീർന്നിട്ട് അടിപൊളി. കാര്യം മെലിയും അറിയായിരുന്നു, എത്രത്തോളം അയ്യോ ഇതെന്തോണല്ലേ, ഭയങ്കര ഷോക്കായി പോയി. ഞാൻ ആദ്യം ഒന്നും കരഞ്ഞില്ല, പക്ഷെ ശരിക്കും ആ മെലിയുന്ന സീൻ എത്തിയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ അന്തം വിട്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും ഷോക്കായി. നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. നോവലിൻ്റെ കൂട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെയുള്ള ഫീൽ തന്നെ ഉണ്ട്, ഫീലിംഗ് ഉണ്ട്. ഇങ്ങനൊരു ട്രാൻസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ കണ്ടവര്. ബട്ട് ശരിക്കും ഇത് നമ്മള് മന്ദം വിട്ടു. ശരിക്കും വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഭയങ്കര ചേഞ്ച് ആയിരുന്നു അത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല കൂടായിരുന്നു, അതിനുള്ളതായതുണ്ട്. എവിടെ പൃഥ്വിരാജിനെ കണ്ടില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുമായിരുന്നു. സൂപ്പർ. നല്ലായിരുന്നു. നല്ലായിരുന്നു. പറയാനില്ല, വായിക്കാതെ. സിനിമ പുസ്തകം വായിക്കുമ്പോഴുള്ള ഫീല് വേറെയാണ്, നമുക്ക് ദൃശ്യാവിഷ്കാരം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫീല് വേറെയാണ്. സൂപ്പറായിരുന്നു, നന്നായിരുന്നു. സൂപ്പറെന്നല്ല പറയുന്നത്, ജീവിതമായിരുന്നു, അഭിനയം അല്ല, ജീവിക്കുമായിരുന്നു എന്നാണ് ശരിക്കും. കിട്ടണം, പിന്നെ ഇതിന് കിട്ടിയില്ലെങ്കിൽ ഏതിനാ കിട്ടേണ്ടത്? ആ പാൻ്റെ അടുത്ത് കെട്ടുന്ന സമയം എങ്ങനെ ഈ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് അപ്പം അത്രയും എഫർട്ട് എടുത്തിട്ടായിരിക്കായോ ആണല്ലോ. അവിടെ സൗന്ദര്യമോ വേറെ ബോഡിയോ ഒന്നും അല്ല നോക്കിയത്. ഞാൻ ആ നജീബാണ്, അതെ, അതിലേക്ക് പോവായിരുന്നു. ശരി, സൂപ്പർ. നല്ല മൂവിയാ. ഇല്ല, ഞാൻ ബുക്ക് വായിക്കാതെയാ, ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല എക്സ്പീരിയൻസ്, എനിക്ക് പറയാൻ വാക്കില്ല. ഇതിനെപ്പറ്റി എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇടും, ഉറപ്പായിട്ടും വീഡിയോ ഇടും. ഇത്രയ്ക്കും എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്നതല്ലേ. 16 വർഷത്തിൻ്റെ ഓരോ ഫ്രെയിമിലും അത് എടുത്തുണ്ട്. ഓരോ ഫ്രെയിമിലും ഡീറ്റെയിൽഡ് ആയിട്ട്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ച് പാടാ നമ്മളെ കൊണ്ടൊന്നും. തീർച്ചയായിട്ടും ഓരോ ഫ്രെയിമിലും അത് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതിന് ബ്ലസ്സി സാറിന് ഒരുപാട് താങ്ക്സ്, അതേ പറയാനായി. അപ്പോൾ ദൃശ്യാവിഷ്കാരത്തിൽ നമ്മൾ കൂടെ ജീവിക്കുകയാണ്. മറ്റതിൻ്റെ അത്രയും കോൺസെൻട്രേഷൻ ഇല്ലാതെ തന്നെ നമുക്കിതിലൂടെ ആ ഒരു എന്താ പറയുക, ഒന്നും പറയാനില്ല. പെർഫോമൻസ് സൂപ്പർ. അതിൽ ആദിൽ, എന്താ പറയുന്നത്, ഗോകുൽ. ഓക്കെ, അത് പറയുന്നില്ല, കഥ പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ സൂപ്പറായിട്ട്, അതായത് നമുക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ ആൾ മാത്രമല്ല. അതിലെനിക്ക് പറയാനുള്ളത് പൃഥ്വിരാജ് അത്രയും ഒരു എഫേർട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്ലോസിൽ നമുക്ക് കൊടുത്തേ പറ്റും. പെർഫോമൻസ് തീർച്ചയായിട്ടും വരും. നമുക്ക് ഒരു ബ്ലസ്സി സാറിൻ്റെ മൂവിയിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ എത്രമാത്രം എടുക്കാൻ പറ്റുമോ പെർഫോം സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട്. ഞെട്ടിയെന്ന് വെച്ചാൽ എന്തായാലും ഞാൻ, പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. നെവർ എവർ. പൃഥ്വിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. അത്രയും നമ്മൾ പൃഥ്വിരാജിനെയോ അങ്ങനെ ഒരു നടനെയല്ല കാണുന്നത്, നമ്മൾ ഒരു ഭാരത്തോടെയാണ് ഇറങ്ങുക. ശരിക്കും അത് തന്നെയാണ് നമുക്ക് എന്താ പറയുക, സീനിൽ കരഞ്ഞു പോകും. നമ്മൾ പിടിച്ചു വെച്ചിട്ടായിരിക്കുന്നത്. ലാസ്റ്റ് സീനെല്ലാം വന്നപ്പോഴേ ആ ഗോകുൽ എന്ന് പറഞ്ഞ ആ പയ്യൻ്റെ പെർഫോമൻസ്, നമ്മൾ ആദ്യമായിട്ടാണ് ആ പയ്യനെ കാണുന്നതെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്ക് ആ ഫീലിംഗ് നമുക്കത് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പം തിയേറ്ററിൽ നിന്ന് ലാസ്റ്റ് ആ സോങ് ഫുള്ളും കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാര്യം ആ സോങ് ലാസ്റ്റ് പ്ലേ ചെയ്യുമ്പം ആ മനസ്സിലുള്ള എല്ലാ എക്സ്പ്രഷൻസും നമുക്കത് ഫീൽ ആവുന്നുണ്ട്. ഒരുപാട് സന്തോഷം.
സന്തോഷമുണ്ട്. കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഫിലിം കാണാൻ പറ്റി. എൻ്റെ കുട്ടികൾ പറഞ്ഞല്ലല്ലോ അത് തന്നെ. ഒരുപാട് വിഷമം തോന്നി ഒരുപാട് നല്ലൊരു പടമായിരുന്നു. കണ്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമമായി പോയനെ. നല്ലതായിരുന്നു. നടന്നൊരു സംഭവം. അതെ നല്ലതായിരുന്നു. എല്ലാം രണ്ട് മക്കളും പറഞ്ഞല്ല അത് തന്നെ.